SFI MSF പോരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച. MSF വർഗീയ സംഘടനയാണ് എന്ന SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവിന്റെ പ്രസ്താവനയിൽ തുടങ്ങിയ സൈബർ പോര് 2 ദിവസം പിന്നിട്ടിട്ടും വാദപ്രതിവാദങ്ങളും അധിക്ഷേപ പോസ്റ്റുകളും കമന്റുകളുമായി തുടരുകയാണ്. SFIയുടേത് ഹിന്ദുത്വ അജണ്ടയാണെന്ന് MSFും അങ്ങനെ ചാപ്പകുത്തി രക്ഷപ്പെടേണ്ടെന്ന് SFIയും ചൂണ്ടിക്കാട്ടുന്നു. ഇരു സംഘടനകളുടെയും പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ആദ്യം RDX റാപ്പ് കാണാം. ഈ മാസം 16-ന് മണ്ണാർക്കാട്ടെ രക്തസാക്ഷി അനുസ്മരണ യോഗത്തിലാണ് MSFിനും സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനുമെതിരെ SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ആഞ്ഞടിച്ചത്. MSF ഒന്നാന്തരം വർഗീയ സംഘടനയും PK നവാസ് ഒന്നാന്തരം വർഗീയവാദിയുമെന്ന സഞ്ജീവിന്റെ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു. പിന്തുണച്ച് SFI നേതാക്കളും പ്രവർത്തകരും രംഗത്തെത്തി. വർഗീയ വംശീയ വിദ്വേഷം തുളുമ്പുന്ന പ്രസ്താവനയെന്ന് ചൂണ്ടിക്കാട്ടി MSF പ്രതികരിച്ചു. സഞ്ജീവിനെ പിന്തുണച്ച് ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല വന്നതോടെ വിവാദത്തിന്റെ ചിത്രം മാറി. SFIക്ക് സംഘിച്ചാപ്പ നൽകി MSF പ്രവർത്തകരുടെ കമന്റുകളും SFIയുടെ പ്രതിരോധ പ്രതികരണങ്ങളുമായി സോഷ്യൽ മീഡിയ പേജുകളിലെ സൈബർ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറി. SFIക്ക് കാലിക്കറ്റ് സർവകലാശാല ഭരണം രണ്ടാമതും നഷ്ടപ്പെട്ടതിന്റെ രോക്ഷമാണെന്ന് MSF പറയുന്നു. CPMന് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല. ഗോവിന്ദൻ മാഷിന്റെ പാർട്ടി ക്ലാസ് കട്ട് ചെയ്ത് ABVPക്കൊപ്പം കഹോന പ്യാർഹെ കാണാൻ പോയതാണ് SFI നേതാക്കളുടെ പ്രശ്നമെന്ന് MSF പരിഹസിച്ചു. RDX റാമ്പ് ന്യൂസ് മലയാളം. കേരളം കണ്ട ലക്ഷണമൊത്ത വർഗീയ സംഘടനയാണ് MSF എന്ന് സംസ്ഥാന സെക്രട്ടറി SFIയുടെ പ്രതികരണത്തോടെയാണ് വിവാദ തുടക്കം. ഓഗസ്റ്റ് 16-ന് പാലക്കാട് സംഘടിപ്പിച്ച മുഹമ്മദ് മുസ്തഫ രക്തസാക്ഷി ദിന പൊതുയോഗത്തിലായിരുന്നു SFI നേതാവിന്റെ ഈ പ്രതികരണം. MSF കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വർഗീയവാദ സംഘടന അടിവരയിട്ട് SFI പ്രഖ്യാപിക്കുകയാണ്. കേരളം കണ്ടിട്ടുള്ള ലക്ഷണമൊത്ത വർഗീയവാദ സംഘടനയാണ് MSF. നിങ്ങളുടെ പേര് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ. സ്വത്വബോധമൊന്നുമല്ല നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്കും ക്യാമ്പസ് ഫ്രണ്ടിനും എല്ലാ വർഗീയവാദികൾക്കും വേദിയൊരുക്കുന്ന സകലമാന മുള്ളുമുരിക്കുകളെയും ഈ നാട്ടിൽ പട്ടിയെ വെട്ടിപ്പടിച്ച് ഈ നാട്ടിൽ അക്രമം നടത്തുന്ന SDPക്കാരുടെ SDPI നേതാക്കന്മാരുടെ നിരോധിച്ച CFIയുടെ ബാക്കി പത്രമാണ് നീ എന്ന് പറയുന്ന മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ. ഞങ്ങൾ ഇത് എവിടെയും പറയും. SFI ഇടത് ഹിന്ദുത്വയുടെ പ്രചാരകരായി മാറുകയാണെന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് തിരിച്ചടിച്ചു. SFI സെക്രട്ടറി വിളമ്പുന്നത് ഹിന്ദു ഐക്യവേദിയുടെ ശശികലയിട്ട ഇലയിലേക്കുള്ള സദ്യയാണ്. SFI നേതാക്കളുടെ വർഗീയ പരാമർശം CPMനകത്ത് രൂപപ്പെടുന്ന ഹിന്ദുത്വ ചിന്തയുടെ ബാക്കിയാണെന്നും MSF നേതൃത്വം തിരിച്ചടിച്ചു. പാർട്ടി സെക്രട്ടറിക്ക് പോലും പറയാൻ കഴിയാത്തൊരു വാദം SFIയുടെ സെക്രട്ടറി പറയുമ്പോൾ, SFIയുടെ മുൻ സെക്രട്ടറി പറയുമ്പോൾ, SFIയുടെ പ്രസിഡന്റ് പറയുമ്പോൾ ആദ്യം പിന്തുണ അർപ്പിക്കുന്നത് ശശികലയാണ്. അതിന് മുമ്പും ശേഷം വേറെ ആൾ പിന്തുണ അർപ്പിക്കാൻ വന്നിട്ടില്ല. എന്ന് വെച്ചാൽ SFIയുടെ സെക്രട്ടറി, നിങ്ങൾ അറിയണം, നിങ്ങൾ പറയുന്നത് ശശികലയിട്ട ഇലയിലേക്കുള്ള സദ്യയാണ് നിങ്ങൾ വിളമ്പുന്നത് എന്ന മിനിമം ബുദ്ധിയെങ്കിലും നിങ്ങൾക്കുണ്ടാകണം. രാഷ്ട്രീയ ആരോപണത്തിന് മറുപടി പറയാൻ MSFന് സാധിക്കുന്നില്ല എന്ന് PS സഞ്ജീവ് തിരിച്ചടിച്ചു. സിറാത്ത് പാലം കടക്കില്ല എന്ന് പറഞ്ഞ് MSF മുസ്ലിം വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തുന്നുവെന്നും SFI സംസ്ഥാന സെക്രട്ടറി ആരോപിച്ചു. SFIയിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾ മതത്തിൽ നിന്ന് പുറത്താകും. SFIയിൽ നിന്ന് മാറിയാൽ മാത്രമേ, MSFിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾ ദീനിയാവൂ. നിങ്ങൾക്ക് സിറാത്തിന്റെ പാലമുള്ളൂ. സിറാത്തിന്റെ പാലം എന്താ? ഇവർ ടോൾ വെച്ചിട്ടുള്ള ഏതെങ്കിലും MSF ടോൾ വെച്ചിട്ടുള്ള ഏതെങ്കിലും പാലാണോ? MSFിന്റെ ടോൾ ഉണ്ടെങ്കിലേ സിറാത്തിന്റെ പാലം കടക്കാൻ കഴിയൂ. നമുക്ക് മറ്റു കാര്യങ്ങൾ ഈ ഡാറ്റാ ഷീറ്റിൽ കൂടെ പരിശോധിക്കാം. സഞ്ജീവിനെ പിന്തുണച്ച് ശശികല വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. PS സഞ്ജീവിന്റെ MSF വിമർശനത്തെ പിന്തുണച്ച് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് KP ശശികല ഉടനടി വന്നു എന്നതാണ് ഈ കാര്യത്തെ ഒന്ന് മാറ്റിവിട്ടത്. സത്യം പറയാൻ സഞ്ജീവിന് ധൈര്യം വന്നല്ലോ, ഇത് തന്നെയല്ലേ ഞങ്ങളും പറയുന്നതെന്ന് ശശികല പറഞ്ഞു. ശശികലയുടെ സുവർണാവസര പോസ്റ്റ് ആരെ സഹായിക്കാനാണെന്ന് കൃത്യമായിട്ട് അറിയാമെന്ന് പറഞ്ഞ് ഉടനടി സഞ്ജീവ് തിരിച്ചടിച്ചു. അവരെ വർഗീയ വിപണിയിലെ കൊടുക്കൽ വാങ്ങലുകാർ പ്രതിസന്ധിയിൽ സഹായിക്കുന്നത് പരമ്പരാഗത രീതിയാണ് എന്ന് ശരിയാവണ്ണം അദ്ദേഹം പറഞ്ഞു. SFIയുടെ പ്രസ്താവന വിവരക്കേട് കൊണ്ടെന്ന് KSU ഉടനടി രംഗത്ത് വന്ന് SFI എതിർത്തു. PK നവാസ് കറകളഞ്ഞ മതേതരവാദിയാണെന്ന് യൂത്ത് കോൺഗ്രസും ഉടനടി വന്ന് പറഞ്ഞു. വലിയ ചർച്ചയാണ് ഹർഷൻ ഇതുമായി ബന്ധപ്പെട്ട്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു പൊതുരാഷ്ട്രീയത്തിലേക്ക് അടുത്ത ദിവസങ്ങളിൽ കയറി വരാവുന്ന ഒരു ചർച്ചയാണ്. ഇതിനകത്ത് PS സഞ്ജീവ് പറഞ്ഞ ആദ്യ പ്രസ്താവനയോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. ഹർഷൻ എന്താ തോന്നുന്നത്? അല്ല, അത് PS സഞ്ജീവ് പറഞ്ഞ പ്രസ്താവന MSF ഒരു വർഗീയ സംഘടനയാണ്, ഇന്ത്യയിലെ ഏറ്റവും
തീവ്രമായ വർഗീയത ഉള്ള സംഘടനയാണ് എന്നാണ്. എനിക്കതിനോട് യോജിപ്പില്ല. എനിക്ക് മാത്രമല്ല, ഗൗതം മാഷിനും യോജിപ്പില്ല. കാരണം 2022 അത് ഈ 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് അദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയാണ് MSF. സ്വാഭാവികമായും അവരുടേത് വ്യത്യസ്തമായ രാഷ്ട്രീയമൊന്നുമല്ലല്ലോ. അപ്പോൾ അന്ന് ഗൗതം മാഷ് പറയുന്നത് മുസ്ലിം ലീഗ് ഒരു വർഗീയ സംഘടനയല്ല എന്ന് തന്നെയാണ്. മാത്രമല്ല, അദ്ദേഹം വിശദമായി മുസ്ലിം ലീഗ് CPM-നൊപ്പം ചേർന്ന് ഭരിച്ചതിനെക്കുറിച്ചൊക്കെ ഓർത്തെടുക്കുകയും ചെയ്തു അന്ന്. അപ്പോൾ അങ്ങനെ ഒരു നിലപാട് എന്തായാലും CPIM-നില്ല, സഞ്ജീവിന് തന്നെ അങ്ങനെ ഒരു നിലപാടുണ്ട് എന്ന് തോന്നുന്നില്ല. അതായത് പൊതുവായി നോക്കിയാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇത് ഇന്ത്യയിലെ ഏറ്റവും തീവ്ര വർഗീയതയുള്ള സംഘടനകളിൽ ഒന്നാണ്, ഒരു പ്രസ്ഥാനമാണ് എന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ പ്രസ്താവന പക്ഷേ സ്വാഭാവികമായും ഈ പറയുന്ന കുറേ കുഴപ്പമുള്ളതാണ്. അതിനൊരു കാരണവും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മളിത് മുമ്പ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ സംസാരിച്ച ഒരു കാര്യമാണ്. അതായത് അവിടെ KSU വളരെ ദുർബലമാണ്. വടക്കൻ കേരളത്തിലേക്ക് പൊതുവെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാമ്പസുകളിൽ KSU ദുർബലമാണ്. പഴയ K സുധാകരൻ്റെ KSU ഒന്നും അല്ല ഇപ്പോഴത്തെ KSU. ദുർബലമായ KSU ആയതുകൊണ്ട് തന്നെ അവിടെ ശക്തി UDSFിൻ്റെ ശക്തി എന്ന് പറയുന്നത് അവിടെ MSF ആണ്. മാത്രമല്ല, MSF ഗംഭീരമായി പെർഫോം ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിൽ ഇപ്പം നവാസ് ചിത്രത്തിലേക്ക് വന്നതുകൊണ്ട് ഒരു കാര്യം പറയാം. PK നവാസിനെ ആ കാര്യത്തിൽ സമ്മതിക്കണം. കാരണം സംഘടനയെ ആ മട്ടിൽ കെട്ടിപ്പടുത്തവരിൽ ഒരാൾ PK നവാസ് ആണെന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ PK നവാസിൻ്റെ നേതൃത്വത്തിലേക്ക് കാര്യങ്ങൾ വന്നപ്പോഴാണ് സംഘടനയെ ആ മട്ടിൽ കെട്ടിപ്പടുക്കുന്നത്. മാത്രമല്ല, PK നവാസ് ധാരാളം വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. ഓർമ്മയുണ്ടാവുമല്ലോ, ഹരിത വിവാദമൊക്കെയായി കേസായി. ആ കേസ് പിന്നീട് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഹരിതയിൽപ്പെട്ടവർക്ക് ചില സ്ഥാനങ്ങളൊക്കെ പിന്നീട് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയൊക്കെ സംഘടനാപരമായി ആ പ്രശ്നത്തെയൊക്കെ പരിഹരിച്ച് ഒത്തുതീർപ്പിലൂടെയാണ് വീണ്ടും PK നവാസ് ആ നേതൃത്വത്തിലേക്ക് എത്തുന്നത്. ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടായപ്പോൾ മറ്റ് മുസ്ലിം ലീഗ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി, അല്ലെങ്കിൽ ഈ MSFിൻ്റെയോ യൂത്ത് ലീഗിൻ്റെയോ ഒക്കെ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ കാണുന്ന ഒരു കാര്യം, ഒരു കരുത്താർജിച്ചിട്ടുണ്ട് നവാസ്. മാത്രമല്ല, ഈ ക്യാമ്പസുകളിലൂടെ താഴെത്തട്ടിൽ സംഘടനയെ കെട്ടിപ്പടുക്കാനുള്ള കഠിനമായ ശ്രമം നടത്തിയിട്ടുമുണ്ട്. ആ കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ ഒരു പ്രശ്നം എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ പറയുന്ന പ്രയോഗങ്ങൾ, ഈ അപ്പുറത്തും ഈ പ്രയോഗങ്ങളിൽ പ്രശ്നമുണ്ട്. അപ്പുറത്ത്, അതായത് നവാസിൻ്റെയൊക്കെയും പ്രയോഗങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മൾ തന്നെ RDXൽ എടുത്ത് ചർച്ച ചെയ്തതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഇടത് ഹിന്ദുത്വ പ്രയോഗത്തിനെതിരെ. ഈ ഇടത് ഹിന്ദുത്വ എന്നത് അതൊരു ശരിയല്ലാത്ത പ്രയോഗമാണ്. അത് തീർച്ചയായും ന്യൂനപക്ഷ വർഗീയവാദികൾ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം തന്നെയാണ്, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ പ്രയോഗിക്കുന്ന പ്രയോഗമാണ്. ആ പ്രയോഗം നവാസ് എടുത്ത് പ്രയോഗിക്കുമ്പോൾ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ആ പ്രയോഗം കൂടി വരുമ്പോൾ ഇത് ഏതാണ്ട് ഇടിച്ചു പോയവല്ല. സത്യത്തിൽ ഈ നവാസിൻ്റെ ഈ നേതൃപാടവത്തെക്കുറിച്ച് തന്നെ ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ പറയണമെന്ന് കരുതിയിരുന്നയാളാണ്. പക്ഷേ ഈ പ്രയോഗം വന്നതോടെ സഞ്ജീവ് പറയുന്നത് പോലെ ആ പ്രയോഗത്തിൽ അത് ആ ഇസ്ലാമിസ്റ്റ് ധാരയുമായി ഈ രാഷ്ട്രീയ പ്രയോഗങ്ങളിലും ആശയപ്രചാരണത്തിലുമൊക്കെ ഒരു ഐക്യം ഏതോ തലത്തിലൊക്കെ MSFന് വന്നു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രയോഗം വരില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ക്യാമ്പസിൽ ഇവർ പെർഫോം ചെയ്യുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ ക്യാമ്പസിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതേസമയം ഈ തരം ആശയപ്രചാരണം അവിടെ നടക്കുന്നുമുണ്ട് എന്നത് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനെ എതിർക്കാൻ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം നവാസ് പറയുന്നുണ്ടെങ്കിൽ അതിനെ ആ ഭാഷയിൽ തിരിച്ചെതിർക്കുക എന്നതായിരിക്കാം ഒരുപക്ഷെ സഞ്ജീവ് ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും അത് ലീഗിനെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി തന്നെയാണ് CPIM-ഉം കാണുന്നത്. അതുകൊണ്ട് MSFനെയും ആ നിലയ്ക്ക് തന്നെ തൽക്കാലം കാണേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സഞ്ജീവും നമ്മളെ സംബന്ധിച്ച് മാറി നിന്ന് നമ്മൾ നോക്കിയാൽ നമ്മളെ സംബന്ധിച്ച് ജനാധിപത്യ പ്രക്രിയയിൽ സ്വതന്ത്രമായി ഏർപ്പെടുന്ന, അവിടെ മറ്റട്ടിമറികൾക്കുള്ള സാധ്യത ആരായാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പിന്നെ സിയാറത്ത് പാലമൊക്കെ ഈ നമ്പറുകൾ എത്രയോ കാലമായി ഈ തെരഞ്ഞെടുപ്പുകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് MSFിൻ്റെ തെരഞ്ഞെടുപ്പിലല്ല, ലീഗിൻ്റെ തെരഞ്ഞെടുപ്പിൽ, ലീഗ് മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഈ ചർച്ചകളൊക്കെ വന്നിട്ടുള്ളതുമാണല്ലോ. അതാണ് അതായത് MSFുകാരെ വർഗീയ പാർട്ടി എന്ന് വിളിച്ചതിൽ എനിക്ക് യോജിപ്പില്ല. അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു. പ്രത്യേകിച്ച് ഈ കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരാളെ വർഗീയവാദി എന്ന് വിളിക്കുന്നത് വളരെയേറെ ശ്രദ്ധിച്ചിട്ടേ പാടുള്ളൂ എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. ഒരു സംഘടനയെ വർഗീയവാദ സംഘടന എന്ന് വിളിക്കുന്നതിൽ വളരെയേറെ ശ്രദ്ധിച്ച് മാത്രമേ പാടുള്ളൂ. അതിലൊരു ഒരു വിഭാഗമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. അതിനകത്ത് ഇവിടെ അതാണ് ഞാൻ പറയാൻ വന്നത്. അതായത് SFI ജമാഅത്തെ ഇസ്ലാമി എന്താണോ ചെയ്തത്, ജമാഅത്തെ ഇസ്ലാമി ചെയ്ത കാര്യം ചെയ്തവരായിട്ട് SFI താഴേക്ക് പോയി എന്ന് ഞാൻ പറയും. ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി TV ചർച്ചയിൽ വന്നിരിക്കുന്ന ആളുകൾ ഇടത് ഹിന്ദുത്വക്കാരനാണ്. ആര്? M സ്വരാജ് എന്ന് പറഞ്ഞു കളഞ്ഞു. ഓർമ്മയുണ്ടോ? വലിയ വിവാദം ഉണ്ടായി. അത് M സ്വരാജ് എന്ന് വെച്ചാൽ അയാളുടെ രാഷ്ട്രീയം അയാൾ വളരെ ചെറുപ്പകാലം തൊട്ട് വളരെ ഷാർപ്പായിട്ട് പറയുകയും എഴുതുകയും ആയിരക്കണക്കിന് വേദികളിൽ പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളാണ്. ടെലിവിഷൻ ചർച്ചകൾ സംസാരിക്കുന്ന ആളാണ്. അയാൾക്ക് തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം ഉണ്ടായപ്പോൾ, ഒരു ക്ഷീണം ഉണ്ടായി എന്ന് കണ്ട സമയത്ത് ഇവർ കയറിയിട്ട് ഏറ്റവും മാരകമായ അടിയടിച്ചു. ഏത്?
അങ്ങനെയുള്ള ഒരാൾ, അതായത് വർഗീയവാദത്തിനെതിരെ അതിശക്തമായിട്ട് പോരാടുന്നു, അതിൽ അയാൾ ഹിന്ദുത്വ വർഗീയവാദികൾ എന്ന് കണക്കാക്കുന്ന RSSനെയും BJPയെയും അതിശക്തമായിട്ട് എതിർക്കുന്ന ഈ എം സുര എന്ന് പറയുന്ന യുവ നേതാവിനെ ഒറ്റയടിക്ക് വീണ് കിടക്കാനുള്ള ഒന്നുകൂടി കൊടുത്തേക്കാന്നുള്ള മട്ടിൽ വല്ലാതെ അടിച്ചു കളഞ്ഞു ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ടെലിവിഷൻ ചർച്ചക്കാർ. ആ പണി മോശമായി എന്ന് നമ്മൾ പറഞ്ഞാണല്ലോ, അതേ പരിപാടി ആയിപ്പോയി SFI ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തെന്നാൽ മുസ്ലിം എന്ന് ഒരു സംഘടനയുടെ മുന്നിൽ പേരുണ്ടെന്ന് കരുതിയിട്ട് അവർ വർഗീയവാദികളാകില്ല. ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞാലോ ഞാനൊരു ഹിന്ദു ആണെന്ന് പറഞ്ഞാലോ ഞാൻ വർഗീയവാദിയാകില്ല. എൻ്റെ മതത്തെക്കുറിച്ച് എനിക്ക് നല്ല അഭിമാനബോധം ഉണ്ടെങ്കിൽ പോലും ഞാൻ വർഗീയവാദിയാകില്ല. എൻ്റെ മതം, എൻ്റെ പോയിന്റ്, ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്, എല്ലാവരുടെ അഭിപ്രായമല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. അതായത് എൻ്റെ മതം, ഞാൻ വിശ്വസിക്കുന്ന മതം അപരൻ്റെ മതത്തെക്കാൾ വലിയ മതമാണ് എന്ന് ഞാൻ അഭിമാനബോധത്തോടെ വിചാരിച്ചാൽ പോലും ഞാൻ വർഗീയവാദിയല്ല. പക്ഷേ എൻ്റെ മതമാണ് ഏറ്റവും വലിയ മതം, എൻ്റെ മതത്തേക്കാൾ കുറഞ്ഞ മതങ്ങളാണ് മറ്റുള്ളവരെല്ലാം, അതുകൊണ്ട് ആ വിശ്വാസികളെ ഉപദ്രവിക്കാൻ എനിക്ക് അവകാശമുണ്ട് എന്നൊരാൾ വിചാരിക്കുന്നിടത്താണ്, എന്നൊരു സംഘടന വിചാരിക്കുന്നിടത്താണ് വർഗീയവാദികൾ ഉണ്ടാകുന്നത്, വർഗീയവാദ പാർട്ടികൾ ഉണ്ടാകുന്നതാണ് എൻ്റെ ബോധ്യം. ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള ബോധ്യമാണ്. അപ്പോൾ നിങ്ങൾ ഒരാൾക്ക് മേൽ വർഗീയവാദിയാണ് നീ, അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് മേൽ വർഗീയവാദിയാണ് നിങ്ങൾ എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് ആ ബോധ്യം ഉണ്ടാകണം. അത് നിങ്ങളൊരു സംഘടനാ നേതാവാകുമ്പോൾ നിങ്ങൾക്ക് അധിക ബോധ്യം ഉണ്ടാകണം. നിങ്ങൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായിരിക്കും, നിങ്ങൾക്ക് അതിലേറെ വളരെയേറെ അധികമായിട്ടുള്ള ബോധ്യം ഉണ്ടാകണം. അത് ഇവിടെ നിന്ന് വന്നില്ല എന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവർ സ്വാഭാവികമായിട്ട് തുടക്കക്കാരായിട്ടുള്ള ആളുകളാണ്, രണ്ടുപേരും വളരെ നന്നായിട്ട് സംസാരിക്കുകയും രാഷ്ട്രീയ ബോധ്യങ്ങളുള്ള ആളുകളാണ്. അതുകൊണ്ട് വന്ന വീഴ്ചയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് വെച്ച് അപ്പുറത്തുള്ള ആളുകൾ ഇതൊന്നും ചെയ്യുന്നില്ല എന്നല്ല, അവർക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്, ആർക്ക് SFI നേതാക്കൾക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അവരെന്തുകൊണ്ടത് പറയാൻ കാരണമായത്, പറയാൻ കാരണം അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായി തെരഞ്ഞെടുപ്പിൽ. അവരുടെയൊക്കെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, കണ്ണൂരിലെ കൃഷ്ണമേനോൻ വനിതാ കോളേജ് പോലുള്ള സ്ഥലങ്ങളിൽ പോലും MSF അവരുടെ ശക്തി തെളിയിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായപ്പോൾ ഇവരൊരു പക്ഷേ മനസ്സിലാക്കുന്നത്, ഞാൻ അന്വേഷിച്ച് പറഞ്ഞ ഇവർ മനസ്സിലാക്കുന്നത് അവർ വർഗീയമായിട്ട് വോട്ട് പിടിച്ചു എന്നാണ്. അതായത് നമ്മളെല്ലാം ഒരു മതത്തിൽപ്പെട്ട ആളുകളാണ്, നമ്മൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുകയോ മറ്റോ ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. അത് പറയാനുള്ള അവകാശം ജനാധിപത്യ വേദിയിലുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത്. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അത് പറയാനുള്ള, നമ്മൾക്ക് രണ്ടുപേർക്കും മനസ്സിലാകാവുന്ന ഒരു മതപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ശക്തിപ്പെടണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് കാണരുത്. അത് സഞ്ജീവ് രണ്ടാം വരിയിൽ പറഞ്ഞതുപോലെ സ്വത്വബോധമായിട്ടോ അല്ലെങ്കിൽ അവരവരുടെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ കൊണ്ടുണ്ടാകുന്ന ഈ രാഷ്ട്രീയ സാഹചര്യം, രാജ്യത്തെ സാഹചര്യം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പ്രതികരണമായിട്ടോ മറ്റോ കാണുകയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഉടനെ തന്നെ വർഗീയവാദി ചാപ്പയടിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. അതായത് ഒരുപക്ഷെ അവരത് ചെയ്യുന്നുണ്ടാകണം, അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അങ്ങനെയാണ് നേരിടേണ്ടത്. മതം പറഞ്ഞല്ല ഈ കേരളം പോലൊരു സ്ഥലത്ത് വിദ്യാർത്ഥികളുടെ ക്യാമ്പസിൽ വോട്ട് പിടിക്കേണ്ടതെന്ന് ശരിയാവണ്ണം രാഷ്ട്രീയം പറയണം, തോറ്റാലും പറയണം. സെക്യുലറിസത്തിൻ്റെ പാതയിലാണ് നിങ്ങൾ വരേണ്ടത്. നോക്കൂ, നിങ്ങൾ കോൺഗ്രസും മുസ്ലിം ലീഗും CPM-ഉം CPI-യും എല്ലാം അടങ്ങുന്ന ഇന്ത്യ സഖ്യം ദേശീയ രാഷ്ട്രീയത്തിൽ അതാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മതപരമായിട്ടുള്ള വിഭജനങ്ങൾക്ക് നിന്നു കൊടുക്കരുത്, കേരളത്തിൽ പ്രത്യേകിച്ചും എന്ന രാഷ്ട്രീയമാണ് പറയേണ്ടത്. അല്ലാതെ ഉടനടി ചാപ്പ അടിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. അതിലേതായാലും അവരുടെ ഭാഗത്തൊരു തെറ്റ് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ അവർക്കത് മനസ്സിലുണ്ടായിട്ടുണ്ടാകണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഉടനടി ശശികല ചാടി വീണ് ഈ ഒരു കൂടെ ചേർന്ന് നിന്നതുകൊണ്ട് തന്നെ അവർക്കത് ഇത് ഒരല്പം പാളിപ്പോയി എന്ന് മനസ്സിലായിട്ടുണ്ടാകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരാണ്, അവരത് സമ്മതിച്ചിട്ടല്ല മുന്നോട്ട് പോകുക, അവരതിനെ വ്യാഖ്യാനിച്ചിട്ടാണ് പോകുക. പക്ഷേ ഈ കാര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ടാകണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യയശാസ്ത്രവും പരിപാടിയും പാടെ രണ്ടായിരിക്കുമ്പോഴും MSF-ഉം SFI-യും ജനാധിപത്യ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ്. പൊതുവായ വിദ്യാർത്ഥി പ്രശ്നങ്ങളിൽ ഇരു സംഘടനകളും അവരവർക്ക് ശക്തിയുള്ള ഇടങ്ങളിൽ സജീവവുമാണ്. സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സകല സംഘടനകളും എത്രത്തോളം യഥാർത്ഥ ജനാധിപത്യ മൂല്യങ്ങൾ പാലിക്കുന്നുവെന്ന് നിരന്തരം വിലയിരുത്തേണ്ടതുണ്ട് എന്നതിലും RDXനെതിരില്ല. അതിന് വിമർശനങ്ങൾ ഉയരുകയും വേണം. അന്യാശയങ്ങളോടുള്ള സഹിഷ്ണുത വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് നഷ്ടമാകാതിരിക്കട്ടെ. ജാഗ്രതയുടെയും വിമർശാത്മക ചിന്തയുടെയും ഇടങ്ങളായി ക്യാമ്പസുകൾ തുടരണം എന്നതാകട്ടെ അവരുടെ പ്രാഥമിക ഉത്തരവാദിത്തം. തക്കം പാർത്തിരിക്കുന്നവർ ആരെന്ന തിരിച്ചറിവ് ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ടാകട്ടെ എന്ന് മാത്രം RDX ആശംസിക്കുന്നു.